കുട്ടികളുടെ ഗ്രാനി, അതും ചാപ്റ്റർ 1. നിങ്ങൾ കണ്ടപ്പോൾ തന്നെ മനസ്സിലാവും. ഒരു പല്ല് തേക്കാത്ത കുളിക്കാത്ത ഒരു അമ്മൂമ്മ നമ്മളെ 4 മീറ്ററിന്റെ ബാറ്റും പിടിച്ചോണ്ട് വരുന്നു. നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുക. നമ്മള് അമ്മച്ചി സന്ധിക്ക് 6 ഇട്ടു ഗൈസ്. അങ്ങനെ അമ്മൂമ്മ 6 അടിച്ചു. ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഡേ 2 എത്തിയിട്ടുണ്ട്. 50 സെക്കൻഡ്സ് ആയിട്ടുള്ളു. 55 സെക്കൻഡ്സ് ആകാൻ പോകുന്നുണ്ട്. 55ആയി. അതിന് മുമ്പേ ഞാൻ ചത്തു. എവിടെ ആ തട്ടത്തള്ള? എവിടെ? ഇതിൻ്റെ അകത്തുണ്ടാവും. എവിടെ? വേണ്ട, അതുമ്പേ ചവിട്ടി ഞാൻ ചിലപ്പോൾ ചാവും. വാടോ ധൈര്യം ഉണ്ടെങ്കിൽ. അതേ കിളവിക്ക് പറ്റൂലേ. കിളവി ഫസ്റ്റ് തങ്കായിരുന്നു. ഇപ്പൊ നമ്മളാണ് തങ്ക്. സിഗ്മയുടെ വേറൊരു വാക്കാണ് തങ്ക്. ഈശ്വര, ജസ്റ്റ് മിസ്സിലാണ് നമ്മൾ രക്ഷപ്പെട്ടത്. തന്ത്രകരമായ നീക്കത്തിലൂടെ ഞാനങ്ങനെ രക്ഷപ്പെട്ടിട്ടുണ്ട്. ഈ പല്ല് തേക്കത്ത കുളിക്കാത്ത മുമ്പേനെ ഇത്. എന്തിനു നാട്ടം? അയ്യോ, ഓടിക്കോ. എന്റെ മുന്നോ നാട്ടം സഹിക്കാൻ വയ്യ. ഓടിക്കോ എന്റെ അമ്മച്ചി, എന്റെ അമ്മ. കുറച്ച് വാടപടം കിട്ടിയാലും മതി. ഈ അമ്മൂമ്മേൻ്റെ വാടപടം സഹിക്കണ്ടല്ലോ. ഭയങ്കര പടം. നൂറ്റാണ്ടുകൾക്ക് മുമ്പേ മരിച്ചുപോയ ഒരു അമ്മൂമ്മേൻ്റെ വീട്ടിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. എനിക്കൊരു വിവരം കിട്ടിയത്, ഈ അമ്മൂമ്മ ഒരിക്കലും പല്ല് തേക്കാറുള്ളത്. ബ്രഷ് വാങ്ങിക്കാൻ പൈസയില്ല. ചിലപ്പോൾ അത് സത്യമായിരിക്കാം. കാരണം കിളവിയല്ലേ. ഞാനിപ്പോൾ നിൽക്കുന്നത് മറ്റേ പാർത്തത്തള്ളേനെ ഒരു മരവിട്ട് പൂട്ടിയേക്കുന്ന ഒരു സാധനത്തിലാണ്. ഞാൻ ഇവിടെ ഒച്ച ഉണ്ടാക്കുമ്പോൾ ആ തള്ളച്ചി വന്ന് അതെല്ലാം മറിച്ചിടും. എന്നിട്ട് ആ പലക വല്ലതും വീടിറങ്ങി ആ തള്ളച്ചി എന്നെ നോക്കും, ഇതാരാണ് വീഴ്ത്തിയത്. ഇപ്പോൾ എത്തി നോക്കുന്നത് CCTV ഒന്നുമല്ല, ആ പേർത്ത തള്ളയുടെ 4 മീറ്ററിൻ്റെ വടിയാണ്. പേർത്ത തള്ളയെ ഇപ്പം നമ്മളെ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. നമുക്കപ്പോൾ നേരെ കാണി പോവാം. നമ്മളിങ്ങനെ ചെയ്താൽ നമുക്കൊരു ട്രിക്ക് കിട്ടൂലേ? കിട്ടിയില്ലല്ലോ. കിട്ടി ഗായ്സ്, കിട്ടി. ഓക്കെ, 4 മീറ്ററിൻ്റെ വടിയും പിടിച്ചോണ്ടിരിക്കുന്ന ഒരു അമ്മൂമ്മേൻ്റെ വീട്ടിലാണ് ഞാനിപ്പോൾ എത്തിയിരിക്കുന്നത്. പ്രധാന ന്യൂസ് ഇപ്പോൾ ഗ്രാനി കിളവി എന്ന് പറഞ്ഞ കിളവിനെ കാണുവാണെങ്കിൽ മാറിയിരിക്കുക. ചത്താലും കുഴപ്പമില്ല, എനിക്ക് ചത്താലും കുഴപ്പമില്ല. അതാണ് അതിൻ്റെ മണം സഹിക്കാൻ പറ്റൂല എനിക്ക്. അമ്മാതിരി നാറ്റമാണ് അതിൻ്റെ മണം. ഓക്കെ, നമുക്കിപ്പോൾ ഒരു അമ്മുമ്മേനെ പരിചയപ്പെടാം. പോകാം.
അയ്യോ ട്രാപ്പ് കുടുങ്ങി. അത് കുഴപ്പമില്ല. വേറെ നാളിപ്പോൾ വന്നോണ്ടിങ്ങനെ. ഓക്കെ, ഇവിടെ ഇരിക്കാം. ചുമ്പോൾ അവിടെ നിന്ന് തന്നെ നമുക്ക് കാണാൻ പറ്റും ഒരു പുതിയൊരു അമ്മൂമ്മയാണ്. ഞാൻ വരുന്നു ആ പെരട്ടക്കിളവി. ഇത് ഇവളുടെ പട്ടിക്കിളവിയാണ്. പട്ടിക്കിളവിയല്ല, സുഹൃത്തിക്കിളവിയാണ് ഇത്. അച്ചോടോ ചമ്മി പോയി. തൊള്ളേനെ നമ്മളങ്ങനെ പറ്റിച്ചു ഗൈസ്, പറ്റിച്ചു. എന്താണ് തള്ളേ, എന്താ മുറുക്കാകട്ടാണ്? നമ്മളങ്ങനെ ഒരു പെരട്ട അമ്മൂമ്മേൻ്റെ വീട്ടിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഓക്കെ, അങ്ങനെ ആ പെരട്ട തള്ള വന്നിട്ടുണ്ട്. നമുക്കപ്പോൾ ആ നേരം കൊണ്ട് നമുക്ക് നേരെ ഓടിപ്പോയിട്ട് ആ സെക്യൂരിറ്റി പച്ചൽ ആ മണ്ണാൻ കട്ട നമുക്ക് അവിടെ കുത്തി വെക്കാം. ഇതൊക്കെ ചിലതിൻ്റെ മുമ്പിൽ പോയി നിൽക്കാം. അയ്യോ ഓക്കെ, അങ്ങനെ ചിലതി നമ്മളെ എടുക്കാൻ സമ്മതിക്കുന്നുണ്ട്. അച്ചടാ ചിലതിക്ക് പറ്റിയില്ല ഗൈസ്. അപ്പോൾ നമ്മൾ ഇപ്പം ചെയ്യാൻ പോകുന്നത് ഒരു പെരട്ട തങ്ങളുടെ ഹൗസ് വാമിംഗ് ആണ്. ഗൈസ്, അപ്പോൾ ഒരു പെരട്ട തള്ളയാണ് ഇവിടെ ഉള്ളത്. ആ പെരട്ട തള്ളയുടെ ഹൗസ് വാമിംഗ് ആണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്. ആ ഹൗസ് വാമിങ്ങിൻ്റെ ഈശ്വര, ഞാൻ അങ്ങനെ അടിക്കുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഡേ 3 ആയി. ഓക്കെ, ഒരു തിരിച്ചടി പോലും കൊടുക്കാൻ പറ്റിയില്ല. അതിൻ്റെ ഒരു വിഷമം. എനിക്ക് സങ്കടമൊന്നുമില്ല, എന്നാലും ചെറിയൊരു വിഷമം. ഇതിൻ്റെ അകത്ത് കാർക്കിയുണ്ടാവും തോന്നുന്നു. സാധിക്കാൻ പറ്റിയപ്പോൾ ചിലപ്പോൾ വീട് പോകാറുണ്ട്. ഇപ്പം അവിടെ വീട് പോയില്ല, അതാണ് ഭാഗ്യം. അല്ലെങ്കിൽ ഇപ്പം കക്കൂസിനെ മറ്റേ മഞ്ഞ സാധനം മുഴുവൻ എൻ്റെ കയ്യിൽ ഇരുന്നത്. ഓക്കെ, നമുക്കങ്ങനെ സ്പൈഡർ കീ കിട്ടിയിട്ടുണ്ട്. അമ്മൂമ്മേ ബൈ ബൈ. നമ്മളങ്ങനെ തന്ത്രകരമായ നീക്കത്തിലോട് നമ്മൾ അമ്മൂമ്മേനെ പറ്റിച്ചു. അപ്പോൾ നമ്മൾ പുതിയ വീഡിയോയിൽ എല്ലാവർക്കും സ്വാഗതം. നമ്മളിത് ചെയ്യാൻ പോകുന്നത് ഗ്രാനീസ് എക്സ്പ്ലോറിങ്. അല്ല, ഞാൻ ഇതിലേക്ക് ഇതെന്തോന്ന് പോയിട്ടുണ്ട്. ചേടാ കുടിക്കണം. അത് ഓവർ വേണ്ടായിരുന്നു. വായിൽ ചൂയിങ് കൊണ്ടുവന്നൊന്ന്
വർഷങ്ങളായ ഒരു ചുയിങ്ങമാണ് ചവച്ചോണ്ടിരിക്കുന്നത്. ഞാൻ എപ്പോഴും കളിക്കുമ്പോൾ കാണും ആ ചുയിങ്ങ ഇങ്ങനെ ചവച്ചോണ്ടിരിക്കുന്നത്. ആ ചുയിങ്ങത്തിൻ്റെ കളർ ഇപ്പം ഗ്രീനോ ബ്രൗണോ എങ്ങോട്ടായിട്ടുണ്ടാവും. കട്ട ബ്രൗൺ എന്ന് പറഞ്ഞാൽ കട്ട ബ്രൗൺ. എൻ്റെ അമ്മോ, എവിടെ നമ്മൾ ഇപ്പോൾ ഉള്ളത് ഒരു ഗ്രാനിപ്പുള്ളിൻ്റെ വീട്ടിലാണ്. പോയി ഓക്കെ, ഒരു തിരിച്ചടി പോലും കൊടുക്കാൻ പറ്റില്ല. അതിനൊരു എനിക്ക് സങ്കടമൊന്നുമില്ല, അതായത് ചെറിയൊരു വിഷമമുണ്ട്. നമുക്ക് ഗ്രാനി എന്ത് ചെയ്യുമെന്ന് നോക്കണമല്ലോ. തള്ള ഗ്രാനി അവന്റെ കൺട്രോളിൽ എന്തോ പ്രശ്നം വന്ന്. എന്താ ഇതാ മറ്റേ സാധനം, നമ്മളതിന് തിന്നും. ഈ പെരത്തുള്ള മറ്റേ പല്ലുകൊണ്ട് സമാധാനമായി, കാരണം ഇനി ആ പെരത്തുള്ള മണം കേൾക്കണമല്ലോ. അപ്പം വീഡിയോ ഇത്രയുള്ള ഏതാണ്. ലൈക്ക് ചെയ്യാത്തവരൊക്കെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. ലൈക്ക് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, സബ്സ്ക്രൈബെങ്കിലും ചെയ്യണേ. ലൈക്കെങ്കിലും ചെയ്യണേ. ബൈ.